വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫോർ ദ സേക്ക് ഓഫ് ലവ് ആൻഡ് പീസ്. എൻ്റെ ചാനൽ പുതിയതായി സബ്സ്ക്രൈബ് ചെയ്തവർക്കും നേരത്തെ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവർക്കും കമൻസ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ എൻ്റെ ചാനലിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് നമ്മുടെ ഈ ലോകത്ത് ഒരു നോർമൽ ലൈഫ് എന്നുള്ള ഒരു കോട്ടുണ്ടല്ലോ, ആ ഒരു നോർമൽ ലൈഫ് അത് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവാത്ത ടോപ്പിക്സ് ആയിരിക്കും ഞാൻ മിക്കവാറും ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ടോപ്പിക്സ് കൂടുതലും ആപ്ലിക്കബിൾ ആവുന്നത് അങ്ങനെ ഒരു നോർമൽ ലൈഫിന് നമ്മുടെ സൊസൈറ്റി പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സ്യൂട്ട് ആവില്ല. അതായത് ഈ നോർമൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുട്ടി ജനിക്കുന്നു, ആൺകുട്ടിയാണെങ്കിൽ അത് പഠിച്ച് ജോലി നേടി കല്യാണം കഴിക്കുന്നു, പെൺകുട്ടിയാണെങ്കിൽ പഠിച്ച് ചിലപ്പോൾ ജോലി നേടും, അല്ലെങ്കിൽ ജോലി ഉണ്ടാവില്ല, അവളെയും കല്യാണം കഴിച്ചയക്കുന്നു, കുടുംബമായിട്ട് ജീവിക്കുന്നു, പിന്നെ അവർക്ക് കുട്ടികളുണ്ടാകുന്നു. ഇങ്ങനെ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, അവസാനം മരിച്ചു പോകും, അതോടുകൂടി ലൈഫ് തീർന്നു. അതാണ് ഞാൻ നോർമൽ ലൈഫ് എന്ന് ഉദ്ദേശിച്ചത്. അതല്ലാതെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസും എന്തെങ്കിലും പുരോഗമനങ്ങളും ഉണ്ടാക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക്, ഈ പുരോഗമനം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മീൻസ് മണി, ഫെയിം അല്ലെങ്കിൽ പവർ, ഇത് മൂന്നിലും ഒരു പുരോഗമനം ഉണ്ടാക്കണം എന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പേഴ്സണാലിറ്റിയിൽ, നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയിൽ വരണ പുരോഗമനങ്ങളാണ്, പ്രോഗ്രസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ വരുത്തണം, ചേഞ്ചസ് വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് ഞാൻ പറയുന്ന ടോപ്പിക്സ് കൂടുതലായിട്ടും യൂസ്ഫുൾ ആവുള്ളൂ. ഓക്കെ, പിന്നെ ഈ ചേഞ്ചസ് നമ്മൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഞാൻ ഒരു 3 വീഡിയോസ് എന്തോ ചെയ്തിട്ടുണ്ട്, ആ ഒരു ബ്രേക്ക് ദ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞിട്ട്. അത് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് വരേണ്ടതായിട്ട് വരും. എന്നാലേ നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ട് ഞാൻ ഈ പറഞ്ഞ ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു കോട്ട് കേട്ടിട്ടുണ്ടല്ലോ, അതായത് നമ്മളെന്തെങ്കിലും ചേഞ്ച് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഒരു ഈ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ വേൾഡിൽ കാണുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതങ്ങനെ അല്ലായിരുന്നെങ്കിലോ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായേനെ എന്ന് നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ അതൊന്നും ചേഞ്ച് ചെയ്യണമെന്ന് നമുക്ക് തോന്നാറില്ലേ? അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ? ബി ദ ചേഞ്ച് ഇറ്റ് സെൽഫ്. നമ്മൾ ആദ്യം ചേഞ്ച് ആവാം, നമ്മൾ ആ ചേഞ്ച് ആക്കി കാണിച്ചു കൊടുക്കുക. നമ്മളിൽ നിന്നാണ് അതെല്ലാം സ്റ്റാർട്ട് ചെയ്യണം. അല്ലാണ്ട് നമ്മളിങ്ങനെ വായും കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആ ചേഞ്ച് ആക്ഷനിൽ കൂടെ കാണിച്ചു കൊടുത്ത് ഇതാണ് ചേഞ്ച്, ഇങ്ങനെയാണ് ചേഞ്ച് ആവേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുക. എന്നിട്ടാണ് ആ ചേഞ്ചിനെ പറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ആ ചേഞ്ചിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ബിക്കോസ് ഞാനൊരു ഹൗസ് വൈഫ് എന്ന ഒരു ലേബലിൽ ഇരിക്കേണ്ട ആളാണ്. അപ്പം അതിൽ നിന്ന് അത് എൻ്റെ ഒരു കംഫർട്ട് സോണാണ്. ഈ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഹൗസ് വൈഫ് എന്ന ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ്? വീട്ടിലെ കാര്യങ്ങൾ നോക്കി കുട്ടികളെ വളർത്തി സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം, അതാണ് ഒരു ഹൗസ് വൈഫ് എന്ന കാറ്റഗറിയിൽപ്പെടുന്ന കാറ്റഗറിപ്പെട്ടവരുടെ കംഫർട്ട് സോൺ. അപ്പോൾ ഞാൻ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അതും അപ്പോൾ ഞാൻ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി ഈ വീഡിയോസ് ചെയ്യുമ്പോൾ അതെൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യലാണ്. മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ബ്രേക്ക് ചെയ്യണതാണ്. അപ്പം ഞാനത് എന്തിന് ബ്രേക്ക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ഇംപ്രൂവ് മൈ സെൽഫ്, എന്നെ തന്നെ ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആ ഹൗസ് വൈഫ് എന്ന് പറഞ്ഞ ആ ഒരു ചട്ടക്കൂടിനുള്ളിലിരുന്ന് ആ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. സോ ഞാൻ എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തതും ഇങ്ങനെ ടോപ്പിക്ക് സംസാരിക്കാൻ തുടങ്ങുന്നത്. ഇറ്റ് ടേക്സ് സം കറേജ് ആൻഡ് സം ഡിസ്കംഫർട്ട്. ഓക്കെ, ഇതെല്ലാം വരുന്നുണ്ട് എൻ്റെ ഉള്ളിൽ കൂടെ. പക്ഷേ ഈ ഡിസ്കംഫർട്ടിലും ഇരുന്നു കൊണ്ട് ഇത് ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പോസിറ്റീവ് ചേഞ്ചിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഓക്കെ,
എല്ലാവരിലും അങ്ങനെ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇൻറ്റൻഷൻ. So I love everybody who are seeing my videos in YouTube channel and in FB, and also thank you for watching my videos. Thank you for listening me. Bye.